ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്കും സന്തോഷമുണ്ട്? ആരും ഇന്ന് ഭാരപ്പെട്ടിരിക്കല്ലേ. നമ്മൾ ഭാരപ്പെടുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, ഭാരങ്ങളെ ചുമന്നു മാറ്റുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് ആരും ഭാരപ്പെട്ടിരിക്കരുത്. സന്തോഷത്തോടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള ഉറപ്പോടെ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് വെല്ലുവിളികൾ വന്നാലും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പുള്ളവർ. സ്തോത്രം, സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഇതിനകം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, വന്നത് കാണാനല്ല, മറിച്ച് ഇവിടെ അനുഭവിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആമീൻ. അതുകൊണ്ടേ നിങ്ങൾ പോകാവൂ. ഇതുകൊണ്ട് പോയാൽ ആമീൻ, മിസൈൽ വീഴുന്നെന്ന് പറഞ്ഞാലും യുദ്ധങ്ങൾ വരുന്നെന്ന് പറഞ്ഞാലും നിന്നെ തളർത്തത്തില്ല. അവിടെ എല്ലാം നിന്നെ ആ സാന്നിധ്യം ചുമക്കും. ഓ സ്തോത്രം. ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഹലോ, ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലതിനെ കർത്താവ് തൊടും. ഹല്ലേലൂയ. ചിലതിനെ ഇന്ന് പൊളിച്ചു പണിയും. ഹല്ലേലൂയ. ഇന്ന് നിരാശയോടെ ഇതിനകത്ത് കയറിയെങ്കിൽ നിരാശ മാറിയേ നിന്നെ ഇന്ന് പുറത്തിറക്കത്തോളൂ. സ്തോത്രം. ഇവിടെ എല്ലാ കണ്ണുകളും അടച്ച് ഒരു പാട്ടുകാരെ ഇങ്ങനെ പാടിയിട്ടുണ്ട്. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം, ഓ ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും. ഒരു മിനിറ്റ് വന്നിരിക്കണേ. ഈ പാട്ടിന്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. എന്റെയും നിങ്ങളുടെ അകത്ത് ഭാരം നേരിടുമ്പോൾ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത് സാരമില്ലെന്നേ, സാരമില്ല. ഒന്ന് രണ്ടു പേർക്ക് ആ കരം ഒന്ന് കൊടുത്തിട്ട് പറ, ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി സാരമില്ലെന്ന് പറ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത പാട്ടുകാരൻ പറയുന്നു സാരമില്ലെന്ന് ഓതിടുമ്പോൾ. ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇത് പാടുമ്പോൾ തന്നെ ഒരു വലിയ ദൈവിക അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നു. എടാ, മാർവിൽ ചേർക്കാൻ ഒരുവനിവിടെ ഉണ്ടെങ്കിൽ ഓ നീ എന്തിന് ഭാരപ്പെടുന്നു? ആമീൻ. ഇതിനകത്ത് കയറുമ്പോൾ സന്തോഷിക്കണം കേട്ടോ. കുടുംബത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടാവാം, ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതിനകത്ത് കയറുമ്പോൾ നിനക്ക് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് ഒരു മേഖലകളിലും സന്തോഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് ആ സാന്നിധ്യം അറിഞ്ഞവർ, ആമീൻ, എന്നെ നടത്തിയ സാന്നിധ്യമാണെന്ന് അറിയുന്നവർ. ഓ റാഥാനാ ബശന്തുരി ഖമനാദിയ ലേഖരിബ ഷൈഡൽ ഖമനാദിയ. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ടാ എൻ്റെ കാര്യം ഞാൻ പറയാം. എന്നെ കർത്താവ് അതുകൊണ്ടാണ് നിർത്തുന്നത്. ആമീൻ. ഹല്ലേലൂയ. എന്ത് പ്രശ്നം വന്നാലും കർത്താവിലല്ലാതെ ഞാൻ വേറെ ഒന്നിലും ആശ്രയിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ എന്നെ മണ്ണിൻ്റെ അടിയിൽ പോകേണ്ടതായിരുന്നു പാസ്റ്ററെ. ഓ സ്തോത്രം. കർത്താവ് നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രം. അങ്ങനെ നിങ്ങളുടെ അകത്ത് വിശ്വാസം വ്യാപരിച്ചാൽ ഇന്ന് മോൻസിച്ചാൻ പറഞ്ഞ അങ്ങനെ ഒരു മഹത്വം ഇവിടെ വെളിപ്പെടും. ഓ ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് വേഗത്തിൽ ഒരു അധ്യായം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് മതി, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഹല്ലേലൂയ. പക്ഷെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇന്ന് ഇതിവിടെ സംസാരിക്കണം. ഹല്ലേലൂയ. പലർക്കും കർത്താവ് കൊടുക്കുന്ന ചിന്ത അത് ഓരോ അളവില. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് കേൾക്കാൻ, ഇതിനകത്ത് മൂവ് ചെയ്യുവാൻ,
ഈ ദൈവവചനത്തെ ആസ്പദമാക്കി ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ ഇതിനകത്ത് ചിലരെ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരിക്കലും കള്ളം പറയത്തില്ല. ഞാനും പറയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, പക്ഷെ പരിശുദ്ധാത്മാവ് കള്ളം പറയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. മോനെ പറ്റുമെങ്കിൽ ആ വചനം എടുത്ത് അതിനകത്ത് ഇടുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. വായിച്ചാട്ടെ സിസ്റ്ററെ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, സന്ധ്യയായ സമയത്ത് നമുക്ക് അക്കരയ്ക്ക് പോകാം. സ്തോത്രം. ശിഷ്യന്മാർക്കൊന്നും അറിയത്തില്ല ഈ എന്താണ് കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന്. ആമിഹാലിൽ അതിനെ എടുത്ത് മുഖവിലക്കെടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും ശിഷ്യന്മാർ നിന്നില്ല. കർത്താവ് പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ കാനായിലെ കല്യാണത്തിന് മറിയ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അപ്പൊ നമുക്ക് ആ പറയുന്നതിനകത്ത് ചോദ്യമില്ല, അനുസരണ ഏറ്റവും വലുത്. ആമിഹാലിയ കർത്താവ് പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും, അല്ലാതെ ചുമ്മാതെ കർത്താവ് പറയത്തില്ല. ചായ ആമിഹാലിയ നിന്നെ വിളിച്ചതിന് ദൈവത്തിന് നല്ല ഉദ്ദേശമുണ്ട്. ചുമ്മാതെ നിന്നെ ഇതിനകത്ത് വിളിക്കത്തില്ല. പലരെയും കർത്താവ് നടത്തുന്നില്ലേ? പലരെയും കർത്താവ് അത്ഭുതമാക്കി നടത്തുന്നില്ലേ? ഓ സ്തോത്രം. നിന്നെ മാത്രം എന്താ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയത്? ഹല്ലേലൂയ. ആർക്കും അനുഭവിക്കാൻ പറ്റാത്തതൊന്ന് നിനക്ക് മാത്രം തരണമെന്ന് എൻ്റെ യേശുവിൻ്റെ ഹല്ലേലൂയ ആ ഒരു ആവശ്യമായിരുന്നു. സ്തോത്രം. വചനം അതിനകത്തൊന്നുകൂടെ മോനെ. ഓക്കെ. ഹല്ലേലൂയ. അപ്പൊ യേശുവിൻ്റെ ആവശ്യമാണ് ഇന്നടുത്ത് പോകാൻ പറഞ്ഞാൽ ഇന്നടുത്ത് പോകണമെന്ന്. ഹല്ലേലൂയ. അതിനകത്ത് ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിയായിരുന്നു. സ്തോത്രം. ശിഷ്യന്മാര് പിറുപിറുത്തില്ല, മറ്റാരോടും ഒന്നും പറഞ്ഞില്ല. യേശുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി. അടുത്ത വാക്യം പറയുന്നു, വായിച്ചട്ടെ. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു പോയതിന്റെ പുറകിൽ തന്നെ വേറെ ചെറിയ പടകും കൂടെ ഉണ്ടായിരുന്നു. അവർ അക്കരെ ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അടുത്ത വാക്യം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. മതി. ഹല്ലേലൂയ. അപ്പം പോന്ന സമയത്ത് വലിയൊരു പ്രശ്നം അവിടെ സംഭവിച്ചു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ശിഷ്യന്മാർ കടലിനകത്തല്ലേ ജോലി ചെയ്യുന്നത്? എത്ര വർഷം കൊണ്ടുള്ള എക്സ്പീരിയൻസാ. അപ്പൊ കാറ്റ് വന്നു, തിരകൾ പൊങ്ങി, പടകിനകത്ത് വെള്ളം കയറി. പക്ഷെ ഈ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഭയപ്പെട്ടു? ഇതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് ഭയമുണ്ടാവും എൻ്റെ അച്ചായ. അവർ മുങ്ങിയാൽ ചാവുമെന്ന് അവർക്ക് പേടി ഉണ്ടാവുമോ? പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഭയം ഉണ്ടായി? പക്ഷെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ തിരയും വെള്ളവും പടകിനകത്ത് കയറി ഏതു സമയവും മുങ്ങുമെന്നുള്ളൊരു ഭയം. വിളിച്ചിറക്കി കൊണ്ടുവന്നവൻ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ഹല്ലേലൂയ ഈ ഭയം എങ്ങനെ അവരുടെ ഉള്ളിൽ വ്യാപരിച്ചു? അല്പനേരത്തേക്ക് അവർ പുറമേ ഉള്ള കാഴ്ച കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഭയം വന്നു. ഹല്ലേലൂയ. എന്നെയും നിന്നെയും വിളിച്ചിറക്കി കൊണ്ടുവന്നവൻ വിശ്വസ്തനാണെന്നല്ലേ നീയും ഞാനും പറയുന്നത്. പക്ഷെ നീ എന്തുകൊണ്ടാ ചില സാഹചര്യങ്ങളിൽ നീ ഭയപ്പെടുന്നത്? അതൊരു വിശ്വാസത്തിന്റെ കുറവല്ലേ? വിളിച്ചിറക്കിയവൻ നമ്മളെ നടത്തുമെന്ന് എപ്പോഴും പറയുന്നതല്ലേ മമ്മി? അല്ലേ? പിന്നെന്തിനാ ഭയപ്പെടുന്നേ? ഞാൻ മരിച്ചു പോകുന്ന എന്തിനാ ചിന്തിക്കുന്നത്?
എടാ, പറഞ്ഞവൻ കൂടെ കിടക്കുമ്പോൾ നീ എന്തിനാ ഭാരപ്പെടുന്നേ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇതുപോലെ വിളിച്ചിറക്കിയവൻ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആമേൻ, നിന്റെ പ്രത്യാശ മറ്റേതിലോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശ നഷ്ടപ്പെട്ട് നീ കളയല്ലേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണേ. ഹല്ലേലൂയ. നിന്നെ അന്ത്യത്തോളം വരെ നടത്തുവാൻ അവൻ ശക്തനാണെന്ന് തിരുവചനം പറയുമ്പോൾ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. അവൻ അക്കരെ എത്തിക്കാന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അക്കരെ എത്തിക്കും. ഓ ഹല്ലേലൂയ. നമ്മളും കർത്താവ് അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നിത്യതയിൽ എത്തിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ പോകാൻ ആർക്കെങ്കിലും മടിയുണ്ടോ? ഞാൻ പറയാം, ദൈവിക പദ്ധതി ഒരു മനുഷ്യന്റെ മുമ്പിൽ ആരംഭിക്കുമ്പം അതിനകത്ത് പ്രതികൂലം ഉണ്ടാവും. സ്തോത്രം. യേശു കൂടെ ഉണ്ടെങ്കിലും അച്ചായ പ്രതികൂലം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, യേശുവിനെ അറിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിയെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ പ്രതികൂലത്തിലും നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും പ്രതികൂലത്തെ ജയിക്കുന്നവൻ നിന്റെ കൂടുണ്ട്. അവിടാണ് നമുക്ക് ആ തിരിച്ചറിവ് വരാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനകത്തെ പൊളിക്കുന്ന ചില ദൈവിക ഇടപെടൽ എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് തരാൻ പോവുകയാണ്. ആമീൻ. അങ്ങനെ നീ നിരാശപ്പെട്ട് കരയുവാനല്ല കർത്താവ് നിന്നെ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റിയത്. സ്തോത്രം. അതിനകത്തൂടെ വിടുതൽ തന്ന് നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയെ നിന്റെ അകത്ത് വെളിപ്പെടുത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവര് പോയപ്പം വലിയ പ്രശ്നങ്ങളുണ്ടായി. ഒരുവനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഏത് സമയവും മുങ്ങും, ഏത് സമയവും ചാകും. അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ നടക്കുകയാണ്. അടുത്ത വാക്യം പറയുന്നു, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മതിരിക്കട്ടെ, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ. അച്ഛാ, ആരെങ്കിലും കർത്താവ് വിളിച്ച് ഇറക്കിയിട്ട് നീ നശിച്ചു പോകൂടാ എന്ന് ആരെങ്കിലും പറയുവച്ചാ? നമ്മുടെ ശത്രു നമ്മളെക്കുറിച്ച് ചിന്തിക്കും. കർത്താവ് വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ പറയത്തില്ല. നിന്നെ എവിടുന്നാണോ ഇറക്കിയത് അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ നമ്മുടെ കർത്താവിന് അറിയാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ ഇതിനകത്ത്? അയ്യോ, ഞാൻ എന്തിനാണ് ഇതിനകത്ത് ഒന്ന് കയറിയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ വിട്ടുകളയുന്നവനല്ല അവൻ. പ്രതികൂലത്തിൽ നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു കരം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ ചിന്തിച്ചാൽ, നീ വലിയൊരു അത്ഭുതമായി കർത്താവ് നിന്നെ മാറ്റും. ഹല്ലേലൂയ. നശിച്ചു പോകേണ്ടിയതായിരുന്നു, പക്ഷെ നിന്നെ നശിപ്പിക്കുവാൻ ശത്രുവിന്റെ കയ്യിൽ നിന്നെ കൊടുത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ദൈവം നിന്നെ പിടിച്ചിറക്കിക്കൊണ്ട് വരുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് ദൈവത്തെക്കുറിച്ച് പദ്ധതി ഇല്ലെങ്കിലും നിന്നെ വിളിച്ചവന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കുന്നവനാണ് ദൈവ സാന്നിധ്യം അറിയുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ശിഷ്യന്മാർ ചോദിക്കുക, ഞങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് നിനക്ക് വിചാരമില്ലേ? എൻ്റെ ചിന്ത, യേശു ഈ സമയം മുഴുവൻ കിടന്ന് ഉറങ്ങുക. പക്ഷെ ഇത് യേശു എല്ലാം അറിയുന്നുണ്ട്. ഞാൻ ചിന്തിക്കുക വെച്ചാൽ യേശു ചിലപ്പം ഉറക്കം നടിച്ച് കിടക്കുമായിരിക്കും.
ഇവന്മാർക്ക് എത്ര വിശ്വാസം ഉണ്ടെന്നൊന്ന് അറിയണമല്ലോ. ഇവന്മാർ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഇറങ്ങിയത്? ബൈബിളിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ലേ. നാളെ ജോസ് ബ്രദർ അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയല്ലേ. ഞാൻ എൻ്റെ ഇമാജിനിൽ ഞാൻ ചിന്തിച്ച് പറഞ്ഞതാ. ഹല്ലേലൂയ. എനിക്കറിയാം ഇവര് നശിച്ചു പോകുന്നത് കൊണ്ട് വിചാരമില്ലയോ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല യേശു അവിടെ എഴുന്നേറ്റത്. പക്ഷെ അവരുടെ അകത്ത് മരണത്തിന്റെ ഭയം വ്യാപരിച്ചു. അവർ നിലവിളിക്കാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് എത്ര പേര് സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവരുടെ ഉള്ളിൽ ഭയം വ്യാപരിച്ചു. അപ്പോൾ അവരുടെ നിലവിളി കേട്ടു യേശു എഴുന്നേറ്റു. ഹല്ലേലൂയ. അപ്പൊ നിലവിളി കേട്ടാൽ അവൻ എഴുന്നേൽക്കും. നീ കരഞ്ഞാൽ, നീ ഏതെങ്കിലും വിഷയത്തിനകത്ത് കരഞ്ഞാൽ അവൻ എഴുന്നേൽക്കും. അപ്പോൾ അവന് ഉറക്കം നടിച്ച് കിടക്കാൻ പറ്റത്തില്ല. ആമീൻ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പറഞ്ഞത്, സാരമില്ല നോതിടുമ്പോൾ മാർവിലെന്നെ ചേർത്തിടും. അപ്പൊ കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചാൽ അതിനകത്ത് നിന്ന് പറിച്ചു മാറ്റാൻ ഒരു ദുഷ്ടന്റെ ശക്തികൾക്കും കഴിയത്തില്ല. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചെടു സിസ്റ്ററെ. അടുത്ത വാക്യം. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അവര് സ്വസ്ഥതയായി. അടുത്ത വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? എത്ര നാളുകൊണ്ട് ഈ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ കൂടെ നടക്കുന്ന, എത്ര അത്ഭുതങ്ങൾ കണ്ട്. രോഗം വിധി എഴുതിയപ്പോൾ നീ തീർന്നു പോകുന്ന മെഡിക്കൽ സയൻസ് പോലും പറഞ്ഞില്ലേ? ഹല്ലേലൂയ. അതിനകത്തും നിന്നെ വിട്ടുകൊടുക്കാതെ വണ്ണം കർത്താവ് നിന്നെ നിർത്തിയത് ഓർത്താൽ നീ എത്ര സൗഭാഗ്യവനാണ്. ഹല്ലേലൂയ. നീ ഇങ്ങനെ നടക്കേണ്ടവനല്ല, ഇങ്ങനെ നടക്കേണ്ടവരല്ല, മറിച്ച് കർത്താവിന് സാക്ഷിയാകേണ്ടിവരാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരോട് ഞാൻ ചോദിക്കുക, കർത്താവ് എത്ര വിടുതലുകൾ നിങ്ങൾക്കും എനിക്കും തന്നു. ഹല്ലേലൂയ. ഇങ്ങനാണോ നിങ്ങൾ നടക്കേണ്ടത്? എത്ര പേര് ആ വിടുതലിലൂടെ നിനക്ക് മറ്റുള്ളവരെ നേടാൻ പറ്റി? ഇതൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ. ഹല്ലേലൂയ. ഇതൊരു ദൈവീക പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ്. സ്തോത്രം. അപ്പം ദൈവിക പദ്ധതിക്ക് ചില എതിരുകൾ ഉണ്ടാവും. ചിലപ്പം നിന്റെ ജോലിക്കകത്ത് ചിലപ്പം ചെറിയ വിഷയങ്ങളുണ്ട്, നിന്റെ കുടുംബജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം കർത്താവ് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി എടുക്കുക. ഹല്ലേലൂയ. അല്ല അതിനകത്തിരുന്ന് പിറുപിറുക്കുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. സ്തോത്രം. യാതനകൾ വന്നാലും കഷ്ടതകൾ വന്നാലും ഈ കർത്താവിനോട് പിറുപിറുക്കരുത്. സ്തോത്രം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാറ്റിനും എൻ്റെ സ്തോത്രം ചെയ്ത് നന്മയ്ക്കായി വ്യാപരിക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? സ്തോത്രം. പെട്ടെന്ന് നമുക്ക് പോകാൻ സമയമില്ല. അടുത്ത വാക്യം വായിച്ചാട്ട്. അവർ വളരെ ഭയപ്പെട്ട് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായി പോയി. ചാവുമെന്ന് പ്രതീക്ഷയിൽ നിന്നവന്റെ മേൽ ഭയങ്കര ഒരു അത്ഭുതം. പെട്ടെന്ന് കാറ്റും തിരമാലയും അമർന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരാം, പക്ഷെ അവിടെ നമ്മൾ തളരരുത്. കർത്താവിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുത്തുവാൻ നമ്മൾ ഇടയാക്കരുത്. സ്തോത്രം. അടുത്ത അധ്യായത്തിൽ 5:1 വാക്യം വായിച്ചോട്ടെ സിസ്റ്റർ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് 5:1 അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി.
പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഓക്കെ, മതി, നിൽക്കട്ടെ. അപ്പൊ അവര് പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ച് കർത്താവ് പറഞ്ഞ ആ ദേശത്തെത്തി, അതായത് അക്കരെ എത്തി. അക്കരെ എത്തിയപ്പോൾ തന്നെ ഒരു വിഷയം അവരുടെ മുമ്പിൽ വന്ന് കയറിയിരിക്കുക. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. അടുത്ത വാക്യം, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. സ്തോത്രം. അപ്പം ദൈവീക പദ്ധതിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങിയപ്പം അതിന് മേൽ പ്രതികൂലമായിട്ട് പിശാച് തന്ത്രം ഒരുക്കി നിന്നു. സ്തോത്രം. അതുകൊണ്ട് തളർന്നു പോകല്ലേ. 1-2 പേർക്ക് കരം ഒന്ന് കൊടുത്ത് പറ, അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകല്ലേ എന്ന് പറ. കരം കൊടുത്ത് പൊടിയും തട്ടി പോവല്ലേ, നിങ്ങൾ ഇതിനെ ഏറ്റെടുത്തോണ്ടേ പോകാവൂ. ഇത് നിങ്ങളോട് ഞാൻ പറയുന്ന പരിശുദ്ധാത്മാവിൽ എന്നെ ഏൽപ്പിച്ചൊരു ദൂത. ഹാലേലൂയ. ഇത് കഥ പോലെ ഞാൻ പറയുന്നില്ല, കർത്താവ് എന്നോട് സംസാരിച്ച കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുമില്ല, കൂട്ടിയിട്ടുമില്ല, കുറച്ചിട്ടുമില്ല. പ്രാർത്ഥന മുറിയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. എനിക്കറിയാം ഇന്ന് ഇതിനകത്ത് കയറിയ ചിലരോടുള്ള പരിശുദ്ധാത്മാവിലുള്ള ദൂത. ആമീൻ. നിന്നെ തളർത്തുവാനല്ല, ഇന്ന് നിന്നെ പണിയുവാനാണ് ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയത്. നീ ഭാരപ്പെടുവാനല്ല, നിരാശപ്പെട്ടിരിക്കുവാനല്ല, മറിച്ച് ഭാരത്തിന്റെ മേലും നിരാശന്റെ മേലും ജയം തരുന്ന ഒരു കർത്താവിനെ അനുഭവിച്ചറിയുവാനാ നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയത്. നീ അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ കരങ്ങളെ ഒന്ന് അടിച്ച് അതിനെ ഒന്ന് സ്വീകരിച്ച് ആമീൻ പറ. ഹോളി സ്പിരിറ്റ് ഭയങ്കര ജയം വ്യാപരിക്കുന്നു ഇവിടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലതിനെ തൊടും. ആമീൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അക്കരെ ദേശത്തെത്തണമെന്നും ഒരു അശുദ്ധാത്മാവ് ബാധിച്ചവൻ അവന് മേൽ എതിരെ നിൽക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതിയാ. ആമീൻ. ദൈവം ഒരു പൂർത്തീകരണം ആരംഭിച്ചെങ്കിൽ അത് ആരംഭിച്ചിട്ടേ പോകത്തുള്ളൂ. അതിനകത്ത് ഇനി എത്ര തടസ്സം വന്നാലും, അതിനകത്ത് എത്ര പ്രശ്നങ്ങൾ വന്നാലും അവൻ കരഞ്ഞുകൊണ്ടും ദുഃഖിച്ചും പ്രയാസപ്പെട്ടു ഒന്നും ഇരിക്കത്തില്ല. അയ്യോ പോയേ, എല്ലാം പോയേ, ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് എങ്ങനാണ്? ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ അയ്യോ പോയേ നായ നക്കി എന്ന് പറയുന്നത്. പഴയ ആൾക്കാർ പറയുന്ന പോലെ. സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാ. ഓ, നിങ്ങൾക്ക് ഈ കർത്താവിനെ അറിഞ്ഞിറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും പേടിയോ നിരാശ വല്ലതും ഉണ്ടോ ഇപ്പം? ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഹല്ലേലൂയ. അങ്ങനെ എന്തെങ്കിലും നിരാശകളുണ്ടോ? ഇന്ന് മാറാൻ പോവുക. നിന്റെ അകത്തുള്ള നിരാശയും ഭയത്തെയൊക്കെ ഇന്ന് പൊട്ടിക്കാൻ പോവുക. ഇവിടെ വ്യാപരിക്കുന്ന ഒരു സാന്നിധ്യം, ആമീൻ, ഇവിടെ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആമീൻ, അത് നിന്നെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുക. ആമീൻ. അതുകൊണ്ട് നീ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഒന്നും ഇരിക്കണ്ട. ഈ കേൾക്കുന്ന വചനത്തെ നീ സ്വീകരിച്ച് ആമീൻ പറഞ്ഞോണം. ആമീൻ. ഹല്ലേലൂയ. ഇതെന്റെ ജീവിതത്തിൽ വലിയ തിരിച്ചറിവുകളെ കൊണ്ടുവരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ വന്നു, അവനെ എതിരേറ്റു. അടുത്ത വാക്യം, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങു ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. മതി. അവന്റെ പ്രശ്നം എന്താ പറയാ? അതിന്റെ ഒരു തൊട്ട് മേപ്പൊട്ടുള്ളൊരു വാക്യം എടുത്തേ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ചവന്റെ താമസം എന്ന് പറയുന്നത് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നുവെച്ചാൽ ചങ്ങല ബന്ധിച്ചാൽ അവൻ അതിനെ ഉരുമി പൊട്ടിക്കുന്ന ഒരു ഭയങ്കര ഒരു അശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചിരുന്നു. ആമീൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു, ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അതിനെ ഒന്ന് നോട്ട് ചെയ്തോണം. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ആർക്കും.
എന്ന് വെച്ചാൽ അവൻ നിൽക്കുന്ന സമൂഹത്തിൽ ആർക്കും അവനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ ഈ മാനസിക വിഭ്രാന്തിയെ ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞില്ല. അവന്റെ ദേശക്കാർക്ക് കഴിഞ്ഞില്ല, അവന്റെ സമൂഹത്തിന് കഴിഞ്ഞില്ല, ഉലകത്തിൽ ഒരു മനുഷ്യനും കഴിയാത്ത സംഭവം. ഹല്ലേലൂയ. ഈ അശുദ്ധാത്മാവൊക്കെ കയറിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പം പേടിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ആരാധനകളിലൊക്കെ ചിലത് അഴിയുന്നുണ്ടെന്നേ, പക്ഷെ അത് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും പൊതുവേ ഇതൊക്കെ വെളിയിൽ വരുമെന്നോ? ഇല്ലല്ല, നോ, അല്ലാതെ ഇത് ശാന്തമായി അഴിഞ്ഞു പോവും. അങ്ങനെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിന്നെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഇന്ന് പകൽ അഴിയും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇവൻ തന്നെ ചാവാൻ ഇവന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ചങ്ങല ഉരുമി പൊട്ടിക്കുന്നു, വിലങ്ങ് വെക്കുമ്പോൾ അത് പൊട്ടിക്കാൻ നോക്കുന്നു. ഹല്ലേലൂയ. എന്തൊരു ശക്തിയാ. ഹല്ലേലൂയ. അടുത്ത വാക്യം അവിടെ പറയുന്നത് എന്താ അറിയാമോ? ആർക്കും അവനെ അടക്കുവാൻ, ഉലകത്തിൽ ഒരു മനുഷ്യനും അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൻ ഈ ദുഷ്ടശക്തി അവിടെ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത വാക്യം അവന്റെ താമസം എന്ന് പറയുന്നത് കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. നോക്കിയേ അടുത്ത വാക്യം. യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആ കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ വരണേ, എൻ്റെ കൂടെ വരണേ. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചേ. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആരെയും പേടിക്കാത്ത ഒരുവൻ, തന്നെത്താൻ കൊല്ലാൻ ശ്രമിക്കുന്നവൻ, ഒരു മനുഷ്യർക്കും പിടിക്കാൻ പറ്റാത്തവൻ. കാര്യം സമൂഹം അവനെ തള്ളിക്കളഞ്ഞ ചായ. കാര്യം ഇവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവനും കൂടെ അടി കിട്ടും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ അങ്ങനെ. ഇവനെ മെരുക്കാൻ പോകുന്നവനും അടി കിട്ടുന്ന സ്വഭാവം. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുവൻ അതിനകത്ത് വന്ന് കയറുന്നത്. ഓ ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നാം അക്കരയ്ക്ക്, ഇന്ന് സന്ധ്യയ്ക്ക് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. ആമേൻ. ഹല്ലേലൂയ. ആ യാത്രയിൽ നിനക്ക് പ്രതികൂലം വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നത് എന്താണെന്നറിയാം? ഇത് ദൈവ കർത്താവുമായിട്ടുള്ളൊരു കണക്ഷനാ. ഓ ഹല്ലേലൂയ. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു. ഒരുത്തന്റെ മുമ്പിലും താഴാത്തവൻ, പിടിക്കാൻ ചെല്ലുന്നവനെ അടിക്കുന്നവൻ. അതെന്താ യേശുവിന്റെ മുമ്പിൽ മാത്രം ചെന്ന് നമസ്കരിക്കാനുള്ള കാര്യം വന്നത്? ഹല്ലേലൂയ. അശുദ്ധാത്മാവിനും പിശാചിനും ഒക്കെ അറിയാം ഏതവന്റെ മുമ്പിലും അവനെ നിൽക്കാൻ പറ്റും. പക്ഷെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നവനത്ത്, സ്തോത്രം, ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. നീ ഇതുകൊണ്ടാ ചുമന്നു നടക്കുന്നതെങ്കിൽ നിന്നെ ഒരു ശത്രുവിനും പരാജയപ്പെടുത്താൻ. ഒന്ന് കരങ്ങൾ അടിച്ചൊന്ന് സ്വീകരിച്ചേ. ഇന്ന് പകൽ നിനക്കുള്ള ദൂര ഇന്ന് പകൽ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആർക്കും നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും യേശു നിന്റെ അടുത്ത് വന്നാൽ ആ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനൊരു പരിഹാരം കർത്താവ് തരും. എന്ന് വെച്ചാൽ നിനക്ക് കൈകാര്യം ചെയ്യാത്ത വിഷയത്തെ നീ കർത്താവിൽ ഏൽപ്പിച്ചാൽ അവൻ അതിനെ ഹാൻഡിൽ ചെയ്യും. സ്തോത്രം. സൊസൈറ്റിക്കും സമൂഹത്തിനും ദേശക്കാർക്കും ബന്ധുക്കാർക്കും ഒന്നും ഒതുക്കാൻ പറ്റാത്തതിനെ യേശുവിന്റെ കാലവിടെ വെച്ചപ്പോൾ അവനെ ഓടിച്ചെന്ന് നമസ്കരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ നമ്മുടെ കർത്താവിന്റെ കഴിവ്. ഈ യേശുവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അയ്യോ ഞാൻ കരഞ്ഞ് യോ ഇനി ഞാൻ ആരോട് പറയൂന്ന് പറയുമ്പോൾ നീ ചിന്തിച്ചോണം, അയ്യോ ഞാൻ എന്നെ വിളിച്ച ഒരുവനുണ്ടല്ലോ, എന്നെ ഹല്ലേലൂയ നിർബന്ധിച്ചിറക്കി ഒരുവനുണ്ടല്ലോ, ഞാൻ അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ
നിന്റെ വിടുതൽ ആരംഭിച്ചു. സ്തോത്രം. ഈ പ്രശ്നം വരുമ്പം അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. അപ്പം നമ്മൾ കർത്താവിനെ അറിയുമ്പം, കർത്താവിനെ അറിഞ്ഞിറങ്ങുമ്പം ഹല്ലേലൂയ, ഈ വിശ്വാസം ഒത്തിരി വലുതാ. സ്തോത്രം. നമുക്ക് സമയമില്ല അതിനെപ്പറ്റി സംസാരിച്ചതിന് ഒത്തിരി പോകും. അടുത്ത വാക്യം വായിച്ചാൽ, അടുത്ത വാക്യം. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. കാലെ വീണ് നമസ്കരിച്ചത് മാത്രമല്ല, എനിക്ക് ഈ ഏരിയ ഞാനൊന്ന് പിടിച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം. ഹല്ലേലൂയ. എന്നെ നീ ഇവിടെ വന്ന് അത് നശിപ്പിക്കാൻ ഇടയാക്കല്ലേ. എന്ന് വെച്ചാൽ ഗദരദേശത്ത് വ്യാപരിക്കുന്ന ചില അശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കർത്താവ് അവിടെ പൊട്ടിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉറക്കെ നിലവിളിച്ചു, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ എന്തിനാ ഇവിടെ വന്നത്? നീ എന്ത് കാരണത്താൽ ഇവിടെ വന്നത്? ഞാൻ ഈ ദേശത്തിൻ്റെ അധിപതിയായി വാഴുന്ന സ്ഥലത്ത് നീ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? സ്തോത്രം. യേശുവിനറിയാമായിരുന്നു ഇങ്ങനൊരു പ്ലാൻ അവിടെ നടക്കുന്നുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഉള്ളവനെ വിടുവിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അത് പൂർത്തീകരിച്ചിട്ട് യേശു പോകത്തുള്ളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചിട്ട്, അടുത്ത വാക്യം. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അവിടെ പ്രസന്റ് നടക്കുന്ന സംഭവമല്ല. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അന്ന് സന്ധ്യയായ സമയത്ത് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. സ്തോത്രം. അപ്പോൾ തന്നെ ഇവന്റെ ദുരാത്മാവിനോട് യേശു കൽപ്പിച്ചിട്ടുണ്ടാവാം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യേശുവിന് ഇതെല്ലാം അറിയാം. ശിഷ്യന്മാരോട് ഇത് പറയുമ്പോൾ തന്നെ ദുരാത്മാവിന് വേണ്ടി യേശു ശാസിച്ചു. അത് ശിഷ്യന്മാർക്കറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുമെന്ന് യേശു കൽപ്പിച്ചിരുന്നു. മുമ്പ് നടന്നൊരു കാര്യമാ. അടുത്ത വാക്യം. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഈ ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ റോമ ഗവൺമെന്റിന്റെ അകത്തുപെട്ട കുറച്ച് സേനകളെ, അങ്ങനെയല്ല അതിൻ്റെ ഒരു സേനാ വിഭാഗത്തെയാണ് ലെഗ്യോൻ എന്ന് പേര് പറയുന്നത്. അതിൻ്റെ എണ്ണം പറയുമ്പോൾ, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ നോക്കിയപ്പോൾ അത് 6000 എണ്ണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ 6000 ഭൂതം ബാധിച്ച ഒരുവൻ. ഹല്ലേലൂയ. എൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ലെഗ്യോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറെ ഒന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം. പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഈ അശുദ്ധാത്മാവിനറിയാൻ ഞാൻ എങ്ങനായാലും ഇവിടുന്ന് പോയേ പറ്റൂ, അല്ലെ എന്നെ ബന്ധിക്കും. കാര്യം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അവൻ നിൽക്കുന്നത്. അവന്റെ മുമ്പിൽ ഒരു അശുദ്ധാത്മാവിനും ഒരു പൈശാചിക ബന്ധനത്തിനും അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തന്നെ യേശുവിനോട് പറയുന്നൊരു കാര്യമാണ്, ആ പന്നുകളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമേ എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. അതിന് ഈ പന്നികളിൽ മാത്രം കടക്കാൻ ഈ അശുദ്ധാത്മാവ് പറഞ്ഞത്? യഹൂദന്മാർക്ക് പന്നികൾ എന്ന് പറയുന്നത് അശുദ്ധമാണ്. ഹല്ലേലൂയ. അപ്പൊ അശുദ്ധമായതിനെ അശുദ്ധാത്മാവ് അശുദ്ധമായതിന്റെ മേലേക്ക് അതിനെ ഏൽപ്പിച്ചു. അടുത്ത വാക്യം. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നുകളിൽ കടന്നിട്ട് കൂട്ടം കടുന്തൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. ഹല്ലേലൂയ. ഏതോ പാവപ്പെട്ടവൻ അവിടെ പന്നിയെ മേയിച്ചുകൊണ്ടിരുന്നവന്റെ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ യേശു കൽപ്പിച്ചു. പന്നികളിൽ കയറിയപ്പം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല.
ഇവൻ ഓടി, പന്നികൾ ഓടി. ഈ മലയുടെ സൈഡിലെങ്ങാണ്ടായിരുന്നു തോന്നി ഈ കടലെന്ന് പറയുന്നത്. കടുംതൂക്കത്തോടെ കടലിലേക്ക് വീണു ചത്തു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു വന്ന് എവിടെ ഇറങ്ങിയോ അവിടേക്ക് ഇവൻ പോയി. സ്തോത്രം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഇത്രയും നാൾ ഇവന്റെ ഉള്ളിലല്ലേ ഈ 6000 ഭൂതങ്ങൾ ഇരുന്നത്? ഇവൻ എന്താ ചാവാഞ്ഞത്? നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്ന നിങ്ങൾ എൻ്റെ കൂടെ പറ. ഈ പന്നിയുടെ മേളിൽ വന്നപ്പോ പന്നി ചത്തുപോയി. അത്രയും വലിയ ശക്തി വ്യാപരിച്ചപ്പം പന്നികൾ ചത്തുപോയെങ്കിൽ ഈ 6000 എണ്ണം ഇവന്റെ മേളിൽ ഇരുന്നപ്പോൾ ഇവൻ എന്തുകൊണ്ട് ചത്തില്ല? സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാ. ആമേൻ, ഹല്ലേലൂയ. ഇവൻ ഇന്നടത്ത് ഇന്നതാകണമെന്ന് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് അവൻ ചാവാഞ്ഞത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 1-2 പേർക്കൊന്ന് കരം കൊടുത്തിട്ട് പറ, ദൈവിക പദ്ധതി വലുതാന്ന് പറ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എൻ്റെ നിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് അത് വലുതാ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിനറിയാം അവനെ മരണത്തിന് വിട്ടുകൊടുക്കുവാനല്ല, മറിച്ച് എനിക്കവനെ ആവശ്യമുണ്ടെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഈ പന്നികളും മരിച്ച സ്ഥാനത്ത് അവൻ അന്നേ തീർന്നു പോകേണ്ടിയതായിരുന്നു വെച്ചാ. സ്തോത്രം. ദൈവം അനുവദിക്കത്തില്ല. ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ടേ പോകത്തോളൂ. സ്തോത്രം. അവൻ ഇനി എത്ര അശുദ്ധാത്മാവ് ബാധിച്ചവനാണേലും, എത്ര ഭ്രാന്ത് പിടിച്ചവനാണെങ്കിലും, എത്ര നിരാശയുള്ളവനാണെങ്കിലും ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ടേ പോകത്തോളൂ. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക അവനെ. ഹല്ലേലൂയ. അപ്പൊ അവന് മരണത്തിന് വിട്ടുകൊടുക്കാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ആമീൻ, ഹല്ലേലൂയ. എന്നെ നിന്നെയും വിളിച്ചിറക്കിയതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? സാഹചര്യങ്ങൾ വരുമ്പോൾ മാറി മറിഞ്ഞു പോകുന്നവരായിട്ടല്ല, മറിച്ച് ദൈവിക പദ്ധതിക്ക് നിന്നെ ഒരുക്കുമ്പോൾ നീ അതിനു വേണ്ടി മെനഞ്ഞ് നെയ്ന്നു കൊടുത്താൽ ദൈവം നിന്നെ ഉന്നതങ്ങളിലേക്ക് മാറ്റും. നിന്നെ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കും. നിന്നെ എവിടാണോ ആക്കേണ്ടത് അവിടെ നിന്നെ ആക്കും. സ്തോത്രം. അതിനകത്തിന് എത്ര പ്രതികൂലം വന്നാലും കർത്താവ് അതിനെ വെട്ടിമാറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ല, അവൻ തീർന്നു പോകേണ്ടിയായിരുന്നു അന്നേ. അടുത്ത വാക്യം. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. ഓക്കെ, ഈ പന്നികൾ ചത്തപ്പം അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ജനങ്ങൾ കൂടി. അടുത്ത വാക്യം താഴോട്ടൊക്കെ. യേശുവിൻ്റെ അടുക്കൽ വന്ന് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പോണ്ടിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. സ്തോത്രം. ഇതിനു മുമ്പ് അവൻ എങ്ങനായിരുന്നു ഇരുന്നേ? അവന് ശരീരത്തിൽ ഉടുപ്പില്ല, ഡ്രസ്സില്ല, ശരീരം മൊത്തം ചതച്ച് മുറിവ് ഉണങ്ങിയ ഒരു വല്ലാത്തൊരു പരുവത്തിൽ ഇരുന്നവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മേലുള്ള അശുദ്ധാത്മാവിനെ വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം അവൻ എങ്ങനെ നിൽക്കുന്നേ നോക്കിയേ. യേശുവിൻ്റെ അടുക്കൽ വന്ന് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ട് ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കടന്നു വന്നവർ ഒരു സമയത്ത് ഇവനെ ഇതിനകത്ത് നിന്ന് അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് എത്ര പാടുപെട്ടവരാ. സ്തോത്രം. ഇപ്പൊ അവൻ ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ, സുബോധം വന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഉപമയിൽ പറഞ്ഞത്, മുടിയനായ പുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തി അവിടെ നിന്നപ്പോഴും അവൻ്റെ ഉള്ളിലൊരാഗ്രഹം, എനിക്ക് വേണ്ടി ഒരു അപ്പൻ വെയിറ്റ് ചെയ്യുന്നെന്ന്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോൾ അവന് സുബോധം വന്നു. സ്തോത്രം. ഇപ്പൊ അവൻ ആള് മാറിയവനെ പോലെ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആൾക്കാർ കണ്ടിട്ട് അവനെ ആശ്ചര്യപ്പെട്ടു പോയി. ഇവൻ എങ്ങനെ നടന്ന ഒരു മനുഷ്യനായിരുന്നു. ഇവൻ ആർക്കും കൊള്ളരുതാത്തവനായി നടന്നു. സമൂഹത്തിന് ഇവനെ വേണ്ടായിരുന്നു, ദേശത്തിന് ഇവനെ വേണ്ടായിരുന്നു, ഇവന്റെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് പോലും ഇവനെ വേണ്ടായിരുന്നു. പക്ഷെ ആർക്കും വേണ്ടെങ്കിലും ഒരുവന് നിന്നെ വേണം. ഹല്ലേലൂയ. ആരും പരിഗണിക്കാതിരിക്കുന്ന സ്ഥാനത്ത്, ആ പലരും നിന്നെ അവഗണിക്കുന്ന സ്ഥാനത്ത് പരിഗണിക്കുന്ന ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ മനസ്സിലായിക്കോണം.
സ്തോത്രം. ഓ ശീബാലാസിയ. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പം അവൻ സുബോധമുള്ളവനാ. ഇതുവരെ അവൻ വേറെ ഒരു ലെവലിൽ നിന്നവനാ. മനുഷ്യരേതാന്ന് അറിയത്തില്ലായിരുന്നു, ദൈവം ഏതാന്ന് അറിയത്തില്ലായിരുന്നു, കർത്താവ് ആരാന്ന് അറിയത്തില്ലായിരുന്നു, ബന്ധുക്കാരാന്ന് ആരാന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പം അവൻ സ്വതന്ത്രനായി സുബോധം കൊണ്ട് ഇരിക്കുന്നത് കണ്ട് അവിടുത്തെ ജനങ്ങൾ ആശ്ചര്യം പൂണ്ട്. അടുത്ത വാക്യം, കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യം അവരോട് അറിയിച്ചു. ഇത് വന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ ഈ കൊതിന്നോണയും പറയല്ലോ, അതേപോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം, അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അപ്പം ഈ വന്ന ആൾക്കാരുടെ ഉള്ളിൽ ഭയം കയറി. എന്ന് വെച്ചാൽ ഈ പന്നിയൊക്കെ മേയിച്ചുകൊണ്ടിരുന്ന ഒത്തിരി നഷ്ടമല്ലേ വെച്ചാൽ, ഈ 2000 പന്നിയുടെ മേളിൽ 6000 ഭൂതം കയറണമെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു പന്നിയുടെ മേളിൽ എത്ര പേര് കയറി? 2000 ഡിവൈഡഡ് ബൈ 6000. അപ്പോൾ ഒന്നിൻ്റെ മേളിൽ 3 ഭൂതം വെച്ച്. ഹല്ലേലൂയ. സ്തോത്രം. ആശ്ചര്യപ്പെട്ടു പോയി ജനങ്ങൾ. അവർ പറഞ്ഞു ഇവിടുന്ന് വിട്ടു പോയിക്കൊള്ളാൻ പറഞ്ഞു യേശുവിനോട്. കാര്യം അവരുടെ ഉള്ളിൽ വ്യാപരിച്ചത് എന്താണെന്നറിയാം? ഭയമാ. ഇനി ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. അടുത്ത വാക്യം, അവൻ പട കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇതൊത്തിരി വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൗഖ്യം പ്രാപിച്ചവന് ഒരാഗ്രഹം. ഹല്ലേലൂയ. യേശുവിനോട് പറയുക, ഞാനും കൂടെ അങ്ങ് പോരട്ടെ നിൻ്റെ കൂടെ, നമ്മളൊക്കെ പറയുന്ന പോലെ. ഹല്ലേലൂയ. ഞാനാണെങ്കിൽ മടുത്ത് ശല്യം സഹിക്കാൻ വയ്യാതെ ഇതിനകത്ത് വന്ന് കയറിയതാ. സഹിച്ചതിൻ്റെ നിരന്തരമായിട്ടുള്ള വിളി കാരണം. ഹല്ലേലൂയ. പിന്നല്ലേ എനിക്ക് മനസ്സിലായത് ഇതാ സത്യമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സത്യം അറിഞ്ഞാൽ നിങ്ങളെ സത്യം സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. ആമേൻ. ഇപ്പം അവൻ പറയുന്നത് വിടുതൽ ലഭിച്ചവൻ പറയുക, യേശുവേ എന്തായാലും ഇത്രയൊക്കെ ആയി, എനിക്കിപ്പോൾ ബന്ധുക്കാരോ നാട്ടുകാരോ ഒന്നുമില്ല, ഞാൻ എൻ്റെ മേളിൽ വലിയ അശുദ്ധാത്മാവ് ഭൂതം പിടിച്ച് വ്യാപരിച്ച് നടന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ കർത്താവ് എനിക്ക് വിടുതൽ തന്ന്, എനിക്കൊരാഗ്രഹം, എനിക്ക് കർത്താവിലൊന്ന് രക്ഷിക്കപ്പെടണം, കർത്താവിനെ ഒന്ന് അറിയണം, കർത്താവിനെ കൂടുതലായിട്ട് ഒന്ന് അറിഞ്ഞ് അവൻ്റെ വേലയ്ക്കായിട്ട് എനിക്കൊന്ന് ഇറങ്ങണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരത്തില്ലേ? ഹല്ലേലൂയ. പക്ഷെ കർത്താവ് വ്യത്യസ്തമായിട്ടൊരു മറുപടിയാണ് പറയുന്നത്. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇതെന്നാ പണിയാ ചായ കാണിച്ചേ? കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇറങ്ങിയ ചായ, പക്ഷെ പലരും നഷ്ടപ്പെട്ടു പോയി. കാര്യം എന്താണോ? സാഹചര്യമായിരുന്നു. കർത്താവിൽ അത്ര ഒരു വിശ്വാസമില്ലായിരുന്നു. ഹല്ലേലൂയ. വിടുതൽ ലഭിച്ചപ്പം അവൻ്റെ ഉള്ളിൽ ആഗ്രഹം വന്ന് എനിക്കും കർത്താവിൻ്റെ കൂടെ പോകണമെന്ന്. പക്ഷെ കർത്താവ് അനുവദിച്ചില്ല. നീ ആദ്യമേ ഒരു കാര്യം ചെയ്, നിനക്ക് വിടുതൽ ലഭിച്ചത് നിന്റെ വീട്ടിൽ ചെന്ന് പ്രസ്താവിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. നിന്നെ പണ്ട് ആൾക്കാർ നിന്നെ വളഞ്ഞിട്ട് പിടിക്കാൻ നോക്കിയില്ലേ? നിന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ നോക്കിയില്ലേ? അവർ കണ്ടതല്ലേ നിന്റെ പരാക്രമങ്ങള്? നിന്റെ അകത്തു ബാധിച്ചിരിക്കുന്ന ഭൂതത്തെ അവർ കണ്ടതല്ലേ? ഇപ്പോൾ നീ എങ്ങനെ ഇരിക്കുന്നുവോ അത് നീ നിന്റെ ദേശത്തിലുള്ളവരുടെ മുമ്പിൽ പോയി കാണിക്കാൻ പറഞ്ഞു. ഇത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ വരണേ. നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക കർത്താവ്. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് ഈ ദൂതിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. സമയം പോകുന്നു, പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് വരാം. ഹല്ലേലൂയ. നിനക്കുള്ളവരുടെ അടുക്കൽ, മുമ്പോട്ട്, നിനക്കുള്ളവരുടെ മുമ്പിൽ, മുമ്പോട്ട്, നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും സത്യമായിട്ടേ നിങ്ങൾ പറയാവൂ, ഞാൻ ഉൾപ്പെടെ, കർത്താവ് എന്തെങ്കിലും ഒരു വിടുതൽ തന്നിട്ടുണ്ടോ? നമ്മൾ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞവരൊത്തിരി പേരുണ്ടാവാം. പക്ഷെ ഇന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, എന്നെ നിന്നെയും വിളിച്ച് ഇതിനകത്ത് ഇറക്കി കർത്താവ് ഏറിയ നന്മകൾ തന്നു. ശത്രുവിനെ വിട്ടുകൊടുക്കാതെ വണ്ണം നിന്നെ സ്നേഹിച്ചു. നിന്നെ മാറോട് ചേർത്ത് നിനക്കെല്ലാ മേഖലകളിലും കർത്താവ് അനുഗ്രഹം തന്നു.
ഓ ഹാലേ, ഒന്നിനും കുറവില്ലാതെ വണ്ണം നിനക്ക് തന്ന നന്മകളെ ഓർത്ത് നിനക്ക് മറ്റുള്ളവരുടെ ഒരു വാക്ക് പറഞ്ഞ് നിന്നെ അവനെ ഈ ദൈവിക സ്നേഹത്തിൽ കൊണ്ടുവരുവാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആമീൻ ഹാലേ, നിനക്ക് പണമുള്ളതോ സമ്പാദ്യമുള്ളതോ കാറുള്ളതോ ബംഗ്ലാവുള്ളതോ അല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹം, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് അതിനകത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. സ്തോത്രം. ഇന്ന് മാറണം കേട്ടോ. ഹല്ലേലൂയ. ബാക്കിയൊക്കെ കർത്താവ് തരും. സ്തോത്രം. നിനക്ക് ഒരു വിടുതലെങ്കിലും കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ നീ മറ്റുള്ളവരോട് പറയണം. ബ്രദറെ, സിസ്റ്ററെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ കർത്താവിൻ്റെ കൃപയാണ്. അങ്ങനെ നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ആമീൻ. കർത്താവ് പറഞ്ഞു, നോനോ, നീ ഇതല്ല. നീ ആദ്യം നിന്റെ വീട്ടിൽ ചെന്നിട്ട് പറ. നിന്നെ ഒരു സമയത്ത് നിന്നെ പുറത്താക്കിയവരല്ല അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നീ നിൽക്കുന്നതും നിന്റെ സുബോധവും നിന്റെ ബുദ്ധിയും കണ്ടിട്ട് അവര് അതിശയിക്കണം. എന്ന് വെച്ചാൽ നിന്റെ അതിശയം കണ്ട് നിന്നിലേക്ക് എങ്ങനെയാണോ ക്രിസ്തു വന്നത്, അവർ തന്നെ തിരിച്ച് ക്രിസ്തുവിലേക്ക് വരണം. സ്തോത്രം. ഇത് ഉടായ്പ പരിപാടിയല്ലത്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഒരുവൻ എനിക്ക് വേണ്ടി മരിച്ചിരിക്കെ എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു എന്നുള്ള വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വായി. അപ്പൊ അവൻ തർക്കിക്കാനൊന്നും പോയില്ല കേട്ടോ. എങ്കിൽ പിന്നെ യേശു നോ പറഞ്ഞത് കൊണ്ട് അതിന് ഇനി ഓക്കെ, സംഭവിച്ചു, ഇനിയും പോയത് പോട്ട്. അപ്പം അങ്ങനെ തിരിച്ചു പോയതല്ല, മറിച്ച് അടുത്ത വാക്യം പറയുന്നു, അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പുലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. സ്തോത്രം. ആമീൻ. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ശിഷ്യന്മാരുടെ ആമീൻ ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു, ഇന്ന ഒരുവൻ ഇന്ന നാട്ടിൽ ഇരിപ്പുണ്ട്. ആമീൻ. പല അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനെ എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ പദ്ധതികൾക്കായിട്ട് ഉപയോഗിക്കണമെന്ന് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. ആമീൻ. അത് പൂർത്തിയാക്കാതെ യേശു തിരിച്ചു മടങ്ങത്തില്ല. ആമീൻ. ഹല്ലേലൂയ. എന്നെ നിന്നെ വിളിച്ചതിന്റെ പൂർത്തീകരണം കാണാതെ യേശു മാറുകയില്ല. അവൻ മാറത്തില്ല, അവൻ മറക്കത്തില്ല. നമുക്ക് എത്ര പേർക്ക് യേശുവിന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാൻ പറ്റും? നമ്മളെ തന്നെ കർത്താവിനൊന്ന് ഉപയോഗിക്കണമെന്ന് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അവൻ പോയി യേശു എനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പുലി നാട്ടിൽ അവൻ ഘോഷിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഇവൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ആ ദേശം മുഴുവൻ ഇളകി കാണും. ഹല്ലേലൂയ. കാര്യം ഇവന്റെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ അവന്റെ അവസ്ഥ എങ്ങനാ? ആമീൻ. ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറഞ്ഞ ഒരുവൻ യേശുവിനെ ഉയർത്തുക. ഹല്ലേലൂയ. അവനെ ദക്കപ്പുലി നാട്ടില് കർത്താവിനെ ഉപയോഗിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സ്തോത്രം. ഇതെത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമീൻ. എന്നെയും നിന്നെയും കർത്താവിനെ ഉപയോഗിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. ആമീൻ. അത് എന്നെടുത്ത് വേണമെന്ന് ഇന്ന സാഹചര്യത്തിൽ വേണമെന്ന് അത് ദൈവത്തിന്റെ പദ്ധതിയാ. നീ ഇപ്പോൾ ചഞ്ചലിക്കപ്പെടണ്ട, ഇപ്പോൾ നീ അങ്ങനെ നിരാശപ്പെടണ്ട. ദൈവം തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. സ്തോത്രം. നീ ഇരുന്നാൽ അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ അവൻ ദക്കപ്പുലി നാട്ടിലെ ഒരു സുവിശേഷകനാച്ചായ, ഭ്രാന്ത് പിടിച്ച് ആർക്കും വേണ്ടാതെ, ഒരു സമൂഹത്തിനും വേണ്ട, ദേശക്കാർക്കും ബന്ധുക്കാർക്കും സഹോദരങ്ങൾക്ക് ആർക്കും വേണ്ടാതെ നടന്ന ഒരുത്തൻ ഇപ്പം ദക്കപ്പുലി നാട്ടിലെ സുവിശേഷകനാ. അവൻ അവിടുത്തെ പാസ്റ്ററായി. എൻ്റെ കണക്ക് പറഞ്ഞാൽ അവൻ അവിടുത്തെ ഒരു പാസ്റ്ററാ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമീൻ. നിനക്ക് കിട്ടിയ വിടുതൽ നീ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴാ ദൈവം നിന്റെ മേൽ പ്രവർത്തിച്ച കാര്യങ്ങൾ അവൻ കേട്ടിട്ട് ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ ഇറങ്ങാൻ സ്റ്റെപ്പ് വെക്കുന്നത്. സ്തോത്രം. അല്ലാതെ നമ്മളിവിടെ വന്ന് ഈ സർവക്കുറ്റി കറ്റി ഈ കല്ലുകളില്ലേ, ഈ അതിർക്കല്ല്, നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ തിരുവല്ലയിലൊക്കെ ഞങ്ങൾ കൊല്ലക്കാർ പറയുന്നത് അങ്ങനെ, ഈ സർവക്കുറ്റി എന്നാണ് പറയുന്നത്. അത് ഒരിടത്ത് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും. വേലിക്കല്ലിനാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പുറം ഉള്ളവർ ഇങ്ങോട്ട് കയറരുത്, ഇവിടെ നിന്നുള്ളവർ അങ്ങോട്ട് കയറരുത്. ഇന്ന് ഇതിനെ പൊട്ടിക്കാൻ പോവുക. ആമീൻ. ഇന്ന് പകൽ ഇതിനെ പൊട്ടിക്കാൻ പോവുക.
കർത്താവ് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വതന്ത്രരായെങ്കിൽ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നീ വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങൾ മാറി മറിയുന്നത്. നിനക്ക് വേണ്ടി ചിലത് ദൈവം അനുകൂലമാക്കി തരും. ചാടി ഒന്ന് എഴുന്നേറ്റെ, എല്ലാവരും ചാടി ഒന്ന് എഴുന്നേറ്റെ. ഹല്ലേലൂയ. കർത്താവ് ചിലരെ ഉപയോഗിക്കാൻ പോവുകയാണ്. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും തെക്കപ്പുലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഇവനെ നോക്കിയിട്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുക. ചേ ഹല്ലേലൂയ, ആമീൻ, സ്തോത്രം. ഇപ്പൊ എന്നെ കണ്ടിട്ട് ചിലവർ ആശ്ചര്യപ്പെടുന്നുണ്ട്. ആമീൻ, ഹല്ലേലൂയ, ആമീൻ. ചിലവർ പറഞ്ഞാ ഈ ഹാർട്ടിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്ന്. ആമീൻ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ടെസ്റ്റിങ്ങിനും ഇതിനൊക്കെ പോകുന്ന സമയത്ത് ചിലരെന്നോട് പറഞ്ഞ് ചാൻസ് ഇതിന് വലിയ പാടായിരിക്കും. ഹല്ലേലൂയ. അപ്പോഴും ഞാൻ ചിരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആശുപത്രി കിടന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇന്ന പോലൊക്കെയാണ്, ഇന്നൊക്കെ വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സഹോദരൻ എന്നോട് പറയാം പ്രാർത്ഥിക്കാൻ. അവനെങ്കിലും തോന്നിയല്ലോ. ഹല്ലേലൂയ. ഇവിടെ വിശ്വാസികളാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും? ഹല്ലേലൂയ. കർത്താവേ, എന്നെ നീ വിടുവിച്ചല്ലോ. കർത്താവേ, എന്നെ നീ കൊണ്ടുവന്നല്ലോ. ആമീൻ, ഹല്ലേലൂയ. എന്നെ നിന്റെ സ്വന്തം മകനാക്കി മാറ്റിയല്ലോ. ആമീൻ. എനിക്കൊരു മറ്റൊരാളോട് അതൊന്ന് പറയണമെന്ന് എത്ര പേർക്കൊന്ന് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. അതുകൊണ്ട് നിങ്ങൾ മന്ദത പിടിച്ച് നിൽക്കുവാനല്ല കർത്താവ് നിങ്ങളെ വിളിച്ചത്. അതിന്റെ താഴത്തെ ബാക്കി ഇവിടെ ഒന്ന് എടുത്തേ നോക്കട്ടെ. ബാക്കി വല്ലതും ഉണ്ടോ നോക്കട്ടെ. ദൂത അതിനകത്ത് ഉണ്ടോ? കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? മതി, അത്രയും മതിയല്ലോ. എന്തിനാ കൂടുതൽ? നമുക്ക് സമയമായി. ഹല്ലേലൂയ. എന്നെയും നിന്നെയും കുറിച്ച് ആശ്ചര്യപ്പെടണം. ഹല്ലേലൂയ. നീ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്ത മനുഷ്യനാണെന്ന് മറ്റുള്ളവർ നിന്നെ നോക്കി പറയണം. ആമീൻ. ഒന്ന് രണ്ട് പേർക്കൊന്ന് കരം കൊടുത്തിട്ട് പറ, നമ്മളെ നോക്കി ഒന്ന് ആശ്ചര്യപ്പെടണമെന്ന് പറ. ചിലവർക്കൊക്കെ കേൾക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരെ വിളിക്കാൻ പോവുകയാ. ചിലവരെ ചില ദേശത്തിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോവുക. ഇത് ഞാൻ പ്രവചന ദൂതായിട്ട് പറയുക. ചിലവരെ തെരഞ്ഞെടുത്ത് ചില ദേശത്തിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോകുന്ന. ഹല്ലേലൂയ, ആമീൻ. അതുകൊണ്ട് ഈ കഷ്ടതയോ ഈ സങ്കടമോ ഈ ബുദ്ധിമുട്ടോ ഈ നിരാശയോ ഒന്നും ആമീൻ എന്നെ നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, കെട്ടുകളെ അഴിച്ച്. പറ്റുമെങ്കിൽ ആ പാട്ടൊന്ന് പാടിയേ. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ നിന്നെയും വിളിച്ചതേ ഒരു ദേശത്തെ ആമീൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനാ. ആമീൻ, ഹല്ലേലൂയ. ഭ്രാന്ത് പിടിച്ച് നടന്നവൻ ഒരു ദേശത്തിലെ സുവിശേഷകനാക്കി മാറ്റി കർത്താവ്. സമൂഹം പറഞ്ഞു അവൻ ഉയരത്തില്ലെന്ന്, സൊസൈറ്റി പറഞ്ഞു അവൻ എഴുന്നേൽക്കത്തില്ലെന്ന്, എല്ലാം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന ഒരു വ്യക്തിയാ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് വന്നപ്പോൾ അവന്റെ അവസ്ഥ മാറിയില്ലേ? കർത്താവ് അവന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവന്റെ നിരാശകൾ മാറിയില്ലേ? ഇപ്പോഴുള്ള സാഹചര്യമാണോ അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത്? ആമീൻ, ഹല്ലേലൂയ. അവനെ ഓർത്തൊരു ദേശം സന്തോഷിക്കുകയാ. കാര്യം എന്താന്ന് പറയാ, ഒരു ദേശത്തിൽ വലിയ വിടുതൽ അവന്റെ മേലിലൂടെ കർത്താവ് ചെയ്യിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേർക്കൊന്ന് കരമൊന്ന് കൊടുത്തിട്ട് പറ, കർത്താവ് വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ടെന്ന് പറ. അയ്യോ, നിങ്ങളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും നിങ്ങളുടെ ഈ നിരാശകളും രോഗത്തിൽ നിന്നുള്ള പ്രയാസവും അതൊക്കെ ഒന്ന് മാറ്റിവെച്ചേ ഇന്ന് പകൽ. എടാ, വിളിച്ചാൽ അവൻ ഇതെല്ലാം മാറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലേ കർത്താവിനെ ആരാധിക്കാവൂ. സ്തോത്രം, ഹല്ലേലൂയ. ചുമ്മാ അവൻ ഇങ്ങനെ തട്ടിക്കളയുന്നവനല്ല. ആമീൻ. തട്ടി വീഴുമ്പോഴും അവൻ ചേർത്ത് പിടിക്കുന്നവനാ. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് എന്ന് പറയുന്നത്. സ്തോത്രം. അവന്റെ കെട്ടഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു. ഇപ്പോൾ ഒരു ദേശത്തിലെ സുവിശേഷകനാ. അവൻ ആയിരങ്ങളെ നേടിക്കൊണ്ടിരിക്കുകയാ. എനിക്ക് നിങ്ങൾക്ക് ഒരു ഈച്ചയെ പോലും പിടിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യം.
സ്തോത്രം. കർത്താവ് വിടുവിച്ച കാര്യം ആരോടെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്ദർഭമാണ്. നിങ്ങളുടെ സമയം വൃഥാവാക്കി കളയല്ലേ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ മേഖലകളിൽ നിങ്ങളെ മാറ്റാൻ പോവുക. ഇന്ന് പകൽ ചിലരെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന പകലാ. സ്തോത്രം. അതുകൊണ്ടല്ലേ ആ പാട്ടുകാരൻ പാടിയത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചു. യേശുവിൻ നാമം സർവ്വവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി. യേശുവിൻ നാമം എന്നെ ശക്തനായി മാറ്റുന്ന നാമം, എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവ്വവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി. യേശുവിൻ നാമം ശക്തനായി മാറ്റുന്ന നാമം. അതുകൊണ്ട് അത്ഭുതമായ നാമമേ, അതിശയമായ നാമം,